ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. PSC സ്മാർട്ട് വർക്കേഴ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം ഹിരോഷാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം IT-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ IT-യിൽ ശ്രദ്ധിക്കുക, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. എന്നാൽ 4 മുതൽ 5 മാർക്ക് വരെ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈസിലി സ്കോറിംഗും ആണ്. ഓക്കെ, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് നേടിയെടുക്കാനും പറ്റും. അപ്പോ ഈ IT-യിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ച് പഠിക്കണം, സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കണം, അതേപോലെ തന്നെ നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ്, സൈബർ ക്രൈം, സൈബർ ലോ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ 4 മോഡ്യൂളുകളേ ഉള്ളൂ. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ന് തുടക്കം എന്നോളം നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഒരു കമ്പ്യൂട്ടറിൽ ടച്ച് ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് വിളിക്കുക. ഇപ്പൊ നമ്മുടെ ഇൻപുട്ട് ഡിവൈസുകൾ ആയിക്കോട്ടെ, ഔട്ട്പുട്ട് ഡിവൈസുകൾ ആയിക്കോട്ടെ, CPU ആയിക്കോട്ടെ, സ്റ്റോറേജ് ഉപകരണങ്ങൾ ആയിക്കോട്ടെ, ഇതിനെ എല്ലാത്തിനെയും നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? ഹാർഡ്വെയർ ഉപകരണങ്ങളാണ്. ഇനി ഈ ഹാർഡ്വെയർ ഉപകരണങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം. അതിൽ ശ്രദ്ധിക്കുക, ഈ ഇൻപുട്ട് ഡിവൈസുകൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം: വെളിയിൽ നിന്ന് കമ്പ്യൂട്ടറിനകത്തേക്ക് വിവരങ്ങൾ നൽകുന്നവയാണ് ഇൻപുട്ട് ഡിവൈസുകൾ. എന്തോ ഞാൻ പറഞ്ഞത്, വെളിയിൽ നിന്ന് കമ്പ്യൂട്ടറിനകത്തേക്ക് വിവരങ്ങൾ നൽകുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഡിവൈസുകൾ. എന്നാൽ കമ്പ്യൂട്ടറിൽ നിന്ന് വെളിയിലേക്ക് വിവരങ്ങൾ നൽകുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ, അല്ലെ? ഇനി നൽകിയ വിവരങ്ങളെ പരിവർത്തനപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുന്ന ഭാഗമാണ് CPU. ഈ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. അപ്പൊ ഇന്ന് തുടക്കം എന്നോണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ CPU, മദർ ബോർഡ് തുടങ്ങിയ അനുബന്ധ വസ്തുതകളുമാണ്. ഔട്ട്പുട്ട് ഡിവൈസിൽ തുടങ്ങാൻ കാര്യം മറ്റൊന്നുമല്ല, അത് വളരെ സിമ്പിൾ ആണ്. 5 ഡിവൈസുകളേ ഉള്ളൂ. ഇൻപുട്ട് ഡിവൈസുകളാകുമ്പോൾ കുറെ അധികം ഡിവൈസുകളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് വഴിയെ നമുക്ക് മനസ്സിലാക്കി എടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പ്യൂട്ടറിൽ നിന്ന് പ്രോസസ് ചെയ്ത വിവരങ്ങൾ വെളിയിലേക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്? ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉപയോഗിക്കാറുള്ളത്. 5 ഔട്ട്പുട്ട് ഡിവൈസുകളേ ഉള്ളൂ. ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിന്റർ, പ്രൊജക്ടർ, പ്ലോട്ടർ, സ്പീക്കർ. ഈ 5 ഉള്ളൂ ഔട്ട്പുട്ട് ഡിവൈസുകൾ. വളരെ കൂളായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോ ഇൻട്രോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഔട്ട്പുട്ട് ഡിവൈസുകളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്റർ ആണ്. ശ്രദ്ധിക്കുക, മോണിറ്ററുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, മോണിറ്ററിനെയാണ് ഒരു കമ്പ്യൂട്ടറിലെ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം അതേതാണ്? മോണിറ്റർ ആണ്. പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ് മോണിറ്റർ. ഇതേപോലെ നമുക്കൊരു പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്. അതേതാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? വളരെ സിമ്പിൾ ആണ്, അതാണ് കീബോർഡ്. കേട്ടോ, അപ്പൊ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണെങ്കിൽ കീബോർഡ്, പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിലോ മോണിറ്റർ. ഇനി മോണിറ്ററിനെ തന്നെ നമ്മൾ മറ്റൊരു രീതിയിലും വിശേഷിപ്പിക്കാറുണ്ട്. ഈ മോണിറ്ററിനെ തന്നെയാണ് നമ്മൾ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ VDU എന്ന് വിളിക്കുന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഓർത്ത് വെച്ചേക്കുക. ഒരു കമ്പ്യൂട്ടറിലെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ഭാഗം അല്ലെങ്കിൽ VDU എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? മോണിറ്റർ ആണ്. ഇനി ശ്രദ്ധിക്കുക, ഈ മോണിറ്ററിനെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള മോണിറ്ററുകളുണ്ട്. ആദ്യകാലത്ത് CRT മോണിറ്ററുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് ഈ പറയുന്ന POLED മോണിറ്ററിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു ഡിഫറെന്റ് കാറ്റഗറീസ് ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ ടൈപ്പ് മോണിറ്റർ എന്ന് പറഞ്ഞാൽ CRT മോണിറ്റർ ആണ്. കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ എന്ന് പറയും. ഇത് ഫ്ലാറ്റ് മോണിറ്റർ അല്ല, അതായത് മോണിറ്ററിന് പുറകിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ട്യൂബ് പോലെയുള്ള ഒരു ഭാഗം. പഴയകാല ടിവികളൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി, അതെല്ലാം CRT മോണിറ്ററുകളാണ്, അല്ലെങ്കിൽ കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകളാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ കാഥോഡ് റേ ട്യൂബ് മോണിറ്ററിൽ പുറകിൽ നിന്ന് ഇലക്ട്രോൺ ബീംസ് സ്ക്രീനിലേക്ക് വന്ന് ഇടിച്ചിട്ടാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നത്. അപ്പോൾ പഴയകാല TV ഒക്കെ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഇലക്ട്രോൺ ബീംസ് വന്ന് ഇടിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാണാൻ കഴിയില്ല, കാര്യം ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത പാർട്ടിക്കിൾസ് ആണ്. പക്ഷേ ഇലക്ട്രോൺസ് വന്ന് നമ്മുടെ കയ്യിലേക്ക് വന്ന് വീഴുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർക്കുക, ഏറ്റവും ആദ്യകാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകളാണ്. ഇത് വളരെയധികം പവർ കൺസംഷൻ കൂടുതലുള്ള മോണിറ്ററുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കിയത്. മാത്രമല്ല, സ്ക്രീൻ എളുപ്പം ഡാമേജ് ആയി പോകാനും സാധ്യതയുണ്ട്. ഇനി ഈ CRT മോണിറ്ററുകൾക്ക് ശേഷം പിന്നീട് നമ്മൾ ഡെവലപ്പ് ചെയ്ത മോണിറ്റർ ആണ് ഈ പറയുന്ന LCD മോണിറ്റർ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്ററുകൾ. അപ്പോൾ അതിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ലിക്വിഡ് ക്രിസ്റ്റൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ലിക്വിഡ് ക്രിസ്റ്റൽ വോൾട്ടേജ് വ്യതിയാനത്തിനനുസരിച്ച് പല ഷേപ്പിലേക്ക് മാറുകയും അങ്ങനെയാണ് രൂപങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് വന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ മോണിറ്ററുകളാണ്, അല്ലെങ്കിൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്ററുകൾ അഥവാ LCD മോണിറ്ററുകളാണെന്ന് ഓർക്കുക. ഇനി LCD മോണിറ്ററുകളും പൊതുവെ 2 തരമുണ്ട്. TFT LCD ഉണ്ട്, അതേപോലെ തന്നെ IPS LCD ഉണ്ട്.
അപ്പൊ IPS LCD എന്ന് പറയുമ്പോൾ ഇൻ പ്ലെയിൻ സ്വിച്ചിങ് LCD എന്നാണ്. എന്തോ ഞാൻ പറഞ്ഞത്, ഇൻ പ്ലെയിൻ സ്വിച്ചിങ് LCD. ഓക്കെ, ഇൻ പ്ലെയിൻ സ്വിച്ചിങ് LCD. അതേപോലെ തന്നെ TFT LCD എന്ന് പറയുമ്പോൾ തിൻ ഫിലിം ട്രാൻസിസ്റ്റർ LCD. അപ്പോൾ രണ്ട് തരത്തിലുള്ള LCD മോണിറ്ററുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. IPS LCD ഉണ്ട്, അതേപോലെ തന്നെ TFT LCD ഉണ്ട്. ഇനി ഈ LCD മോണിറ്ററിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ആയ മോണിറ്ററാണ് LED മോണിറ്ററുകൾ അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്ററുകൾ. ശ്രദ്ധിക്കുക, LEDയുടെ മുഴുവൻ രൂപം എന്തോടെ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പൊ ഇതിലും ആക്ച്വലി ഈ പറയുന്ന ലിക്വിഡ് ക്രിസ്റ്റൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ വ്യത്യാസം, ഈ LCD മോണിറ്ററിന്റെ പിറകിലായിട്ട് ഒരൊറ്റ ലൈറ്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ബൾബ് മാത്രമേ ഉള്ളൂ. എന്നാൽ LED മോണിറ്ററിൽ ഇതിന് പകരം ഒരുപാട് LEDs ആണ് നമ്മൾ ആ സ്ക്രീനിന് പുറകിലായിട്ട്, ആ ലിക്വിഡ് ക്രിസ്റ്റലിന് പുറകിലായിട്ട് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രൂപങ്ങൾ മാറുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ലൈറ്റും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചുകൂടെ മിഴിവുള്ള ചിത്രങ്ങൾ ഈ LCDയേക്കാൾ അപേക്ഷിച്ച് നമുക്ക് എന്തിൻ്റെ അകത്ത് കിട്ടും? LED-ന്റെ അകത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു LCD മോണിറ്റർ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്ററുകൾ. അതിനുശേഷം അതിന്റെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് രൂപമാണ് LED മോണിറ്റർ അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ. ഇനി ഈ LEDക്ക് ശേഷം ഡെവലപ്പ് ആയ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷനാണ് OLED. OLED എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അതിന്റെ ഫുൾ ഫോം ഓർഗാനിക് LED എന്നാണ്. എന്തുവാണ്? ഓർഗാനിക് LED മോണിറ്ററുകൾ, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്ററുകൾ. അപ്പൊ ഈ ഓർഗാനിക് എന്നുള്ള വാക്ക് കേട്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഇത് ജൈവ കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുത്ത മോണിറ്റർ ഒന്നും അല്ല. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഓർഗാനിക് എന്ന് കേട്ടാലേ ആൾക്കാർ പറയും അത് പരിസ്ഥിതി സൗഹാർദ്ദപരമാണെന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ യാതൊരു അർത്ഥവും ഇല്ല. ശ്രദ്ധിക്കുക, ഈ ഓർഗാനിക് LEDയുടെ പാനലിൽ നമ്മൾ കാർബൺ എന്ന് പറയുന്ന മൂലകം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കാർബൺ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഓർഗാനിക് LED എന്ന് വിളിക്കുന്നത്. നമ്മൾ പണ്ട് +2 പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. കാർബണും അതിന്റെ കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ള പഠനം നമ്മൾ എന്തെന്നാണ് വിളിച്ചത്? ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് വിളിച്ചത്. അപ്പോ ഈ പറയുന്ന ഓർഗാനിക് LEDയുടെ പാനലിൽ കാർബൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഓർഗാനിക് LED എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഓർഗാനിക് LEDയുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വെർഷനാണ് അതിന്റെ താഴെ കടന്നത് AMOLED എന്ന് പറയും. അതിൽ OLED എന്തോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ Aയും M ഉം ആക്റ്റീവ് മാട്രിക്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, AMOLEDയുടെ ഫുൾ ഫോം എന്തുവാ? ആക്റ്റീവ് മാട്രിക്സ് OLED. എന്തുവാണ്? ആക്റ്റീവ് മാട്രിക്സ് OLED. അതാണ് ഈ പറയുന്ന OLEDയുടെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ എന്ന് പറയുന്നത്, ആക്റ്റീവ് മാട്രിക്സ് OLED. പിന്നെ അതിനുശേഷം വന്നതാണ് പോലഡ് മോണിറ്ററുകൾ, POLED എന്ന് പറയും. അപ്പൊ അതിന്റെ ഫുൾ ഫോം പ്ലാസ്റ്റിക് OLED എന്നാണ്. എന്താണ് ഫുൾ ഫോം? പ്ലാസ്റ്റിക് OLED. POLED മോണിറ്ററുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് OLED. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? CRT മോണിറ്റർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? POLED മോണിറ്ററുകൾ അല്ലെങ്കിൽ പോലഡ് ഡിസ്പ്ലേയിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകൾ, അതിന്റെ അകത്ത് ഇലക്ട്രോൺ ബീംസ് ആണ്. പിന്നെ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ LCD മോണിറ്റർ, അതിൽ ലിക്വിഡ് ക്രിസ്റ്റൽസും അതിന്റെ പുറകിലായിട്ട് ഒരൊറ്റ ലൈറ്റ് സോഴ്സും. ഇനി LED-യിലേക്ക് വരുമ്പോൾ അതിന്റെ പുറകിലായിട്ട് ഒരുപാട് LED-കൾ നിരത്തി വെച്ചിരിക്കുന്നു. അതാണ് കാതലായിട്ടുള്ള വ്യത്യാസം. LED-യുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻ ആണ് OLED അല്ലെങ്കിൽ ഓർഗാനിക് LED. ഇനി അതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വെർഷൻ ആണ് AMOLED. അതിന്റെ തന്നെ വേറൊരു രൂപമാണ് POLED, പ്ലാസ്റ്റിക് OLED. ഓക്കെ ആണ്. ഇനി ഇതൊന്നും കൂടാതെ മറ്റ് ഒരു ടൈപ്പ് മോണിറ്ററുകളും ഉണ്ട്. അതാണ് പ്ലാസ്മ മോണിറ്റർ എന്നറിയപ്പെടുക. പ്ലാസ്മ മോണിറ്റർ, ശ്രദ്ധിക്കുക, അതാണ് പ്ലാസ്മ മോണിറ്റർ. ഇതിവിടെ ഇതുവരെ പറഞ്ഞ മോണിറ്ററുകളിൽ, അതായത് LCD തൊട്ട് ഇങ്ങോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ക്രിസ്റ്റൽസ് ആണ്. എന്നാൽ പ്ലാസ്മ മോണിറ്ററിൽ ക്രിസ്റ്റൽസ് ഒന്നും തന്നെ ഇല്ല. രണ്ട് ഗ്ലാസ് ട്യൂബുകൾക്കിടയിലായിട്ട് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് പ്ലേറ്റുകൾക്കിടയിലായിട്ട് ചില ഗ്യാസസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ആ ഗ്യാസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെനോൺ, അതേപോലെ തന്നെ റെഡോൺ തുടങ്ങിയ ഇനേർട്ട് ഗ്യാസസ് ആണ് അല്ലെങ്കിൽ അലസവാതകങ്ങളാണ് നമ്മൾ പ്ലാസ്മ മോണിറ്ററിൽ യൂസ് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കണേ, പ്ലാസ്മ മോണിറ്റർ എന്ന് പറയുന്നത് ഈ വേറെ എൻറ്റയർലി ഒരു ഡിഫറെന്റ് കാറ്റഗറിയാണ്. അപ്പൊ അതിൽ രണ്ട് ഗ്ലാസ് പ്ലേറ്റുകൾക്കിടയിലായിട്ട് ലിക്വിഡ് ക്രിസ്റ്റൽസ് അല്ല നമ്മൾ വെക്കുന്നത്, പകരം ഗ്യാസസ് ആണ്. ഏത് ഗ്യാസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലസവാതകങ്ങളാണ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് ആണ്. സെനോൺ, റെഡോൺ പോലെയുള്ള അലസവാതകങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുക, പ്ലാസ്മ മോണിറ്ററിൽ യൂസ് ചെയ്യുക. ഓക്കെ ആണ്, സെറ്റ് ആണ്, പെർഫെക്റ്റ്. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ചുരുക്കി പറയാം. പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ, അതാണ് മോണിറ്റർ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് മോണിറ്റർ തന്നെയാണ്. മോണിറ്ററിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ്, CRT-യിൽ നിന്ന് തുടങ്ങി നമ്മൾ POLED വരെ പറഞ്ഞു. പിന്നെ എൻ്റർലി ഡിഫറെന്റ് ഒരു കാറ്റഗറിയാണ് ഈ പറയുന്ന പ്ലാസ്മ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണ്, സെറ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റുകളിലേക്ക് കിടക്കാം. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഈ മോണിറ്ററിന്റെ സൈസ് പറയുന്നത് ഇഞ്ചിലാണ്. ഇപ്പൊ 21 ഇഞ്ച് മോണിറ്റർ അല്ലെങ്കിൽ 14 ഇഞ്ച് മോണിറ്റർ എന്നൊക്കെ പറയും. അവിടെ സൈസിന്റെ കാര്യം ഓർക്കുക, ഡയഗണൽ ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ പറയാം കേട്ടോ. ഈ മോണിറ്ററിന്റെ സൈസ് പറയുന്നത് എങ്ങനെയാണ്? ഡയഗണൽ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ നമ്മൾ TVയുടെ ഒക്കെ സൈസ് പറയാറുള്ള ഡയഗണൽ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ 21 ഇഞ്ച് മോണിറ്റർ ആണ് അല്ലെങ്കിൽ 25 ഇഞ്ച് മോണിറ്റർ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ല, മറിച്ച് ആ ഡയഗണലിലെ ലെങ്ത് ആണ് അല്ലെങ്കിൽ ആ വികരണത്തിന്റെ നീളമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി ശ്രദ്ധിക്കുക, അടുത്തത് പിക്സലിനെ കുറിച്ചാണ് നമുക്ക് മോണിറ്ററിൽ പഠിക്കേണ്ടത്. പിക്സൽ എന്ന് പറയുന്ന വാക്ക് പിക്ചർ എലമെന്റ് എന്നതിന്റെ ചുരുക്ക രൂപമാണ്. എന്താണ് പിക്ചർ എലമെന്റ്? ശ്രദ്ധിക്കുക, പിക്ചർ എലമെന്റ് അതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ പിക്സൽ എന്ന് പറയാം. അപ്പോ നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഒരു ചിത്രം സൂം ചെയ്യാണെന്ന് കരുതുക, അതായത് വലുതാക്കുകയാണ്. അപ്പൊ സൂം ചെയ്ത് ഏറ്റവും മാക്സിമം എത്തുമ്പോൾ ഇത് കുറെ കുഞ്ഞു 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 സ്ക്വയേഴ്സ് ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. സൂം ചെയ്ത് മാക്സിമം അങ്ങേറ്റത്ത് എത്തുമ്പോൾ ഇത് കുറെ കുഞ്ഞു 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 സ്ക്വയേഴ്സ് ആയിട്ട് മാറും. ഈ ഓരോ കുഞ്ഞു സ്ക്വയറുകളെയുമാണ് നമ്മൾ പിക്സൽ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പിക്ചർ എലമെന്റ് എന്ന് വിളിക്കുന്നത്. ഇൻഫാക്ട് ഈ പിക്സലുകൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് എല്ലാ ചിത്രങ്ങളും നമ്മൾ കമ്പ്യൂട്ടറിൽ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെഫിനേഷൻ ഇങ്ങനെയാണ്: ഒരു കമ്പ്യൂട്ടറിലെ ചിത്രത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഭാഗം, സ്മോളസ്റ്റ് കൺട്രോളബിൾ പാർട്ട് ഓഫ് എ പിക്ചർ. ഒരു ചിത്രത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഭാഗമാണ് പിക്സൽ. മറന്നുപോകില്ലല്ലോ, ഒരു കമ്പ്യൂട്ടർ ചിത്രത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഭാഗത്തെയാണ് നമ്മൾ ഒരു പിക്സൽ എന്ന് വിളിക്കുക. ഇനി ശ്രദ്ധിക്കുക, അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് ഏരിയയിലുള്ള പിക്സലുകളുടെ എണ്ണം, അതിനെയാണ് നമ്മൾ റെസല്യൂഷൻ എന്ന് വിളിക്കുക. ശ്രദ്ധിക്കുക, ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര പിക്സലുകൾ നമുക്കുണ്ട്, അതിനെയാണ് നമ്മൾ മോണിറ്ററിന്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഈ മോണിറ്ററിന്റെ റെസല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് മിഴിവുള്ള ചിത്രങ്ങൾ ലഭ്യമാവും. നമുക്ക് SD ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഉണ്ട്, ഹൈ ഡെഫിനിഷൻ ഉണ്ട്, അൾട്രാ ഹൈ ഡെഫിനിഷൻ ഉണ്ട്, 4K ഉണ്ട്, 8K ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ റെസല്യൂഷൻസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഈ യൂണിറ്റ് ഏരിയയിലുള്ള പിക്സലുകളുടെ എണ്ണം കൂടി 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 വരികയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക. യൂണിറ്റ് ഏരിയയിലുള്ള പിക്സലുകളുടെ എണ്ണമാണ് റെസല്യൂഷൻ. എന്നാൽ പിക്സൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചിത്രത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഭാഗമാണ്. ഒരു ചിത്രത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഭാഗത്തെയാണ് നമ്മൾ ഒരു പിക്സൽ എന്ന് വിളിക്കുക. ഇനി ശ്രദ്ധിക്കുക, അടുത്ത പോയിന്റ്. ഈ മോണിറ്ററിന്റെ കേസിൽ റെസല്യൂഷൻ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് അടുത്ത ഇവിടെ കാണുന്നത്. അതാണ് PPI, അല്ലെങ്കിൽ പിക്സൽ പെർ ഇഞ്ച്. ഏതാണ്? പിക്സൽ പെർ ഇഞ്ച് എന്ന് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു മോണിറ്ററിൽ റെസല്യൂഷൻ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? PPI ആണ്, അല്ലെങ്കിൽ പിക്സൽ പെർ ഇഞ്ച് ആണ്. ഓക്കെ, ഒരു ഇഞ്ചിൽ എത്ര പിക്സലുകൾ അടുക്കി വെച്ചിരിക്കുന്നു ആ രൂപത്തിലാണ് റെസല്യൂഷൻ മെഷർ ചെയ്യാറുള്ളത്. ഇനി അടുത്ത രണ്ട് ടേമുകൾ ഇത്തിരി ടെക്നിക്കൽ ടൈമാണ്, പക്ഷെ അത് മനസ്സിലാക്കണം. നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിൽ സംഭവിക്കുന്നത് ഒരു ഫ്രെയിം, അത് കഴിഞ്ഞ് വേറൊരു ഫ്രെയിം വരും, അത് കഴിഞ്ഞ് വേറൊരു ഫ്രെയിം വരും. അപ്പൊ ഈ ഫ്രെയിമുകൾ പെട്ടെന്ന് മാറി മാറി വരുമ്പോഴാണ് നമുക്കൊരു വീഡിയോ എഫക്റ്റ് ഒക്കെ മോണിറ്ററിൽ രൂപപ്പെടുക. നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സയൻസ് ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ ഇവിടെ ഓർക്കുക, ഒരു മോണിറ്ററിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകൾ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും, അതിനെയാണ് അതിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ഫ്രെയിംസ് that can be displayed in a monitor in 1 second, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെയും പറയാം, ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നും പറയാം, FPS എന്നും പറയാം. ഒരു സെക്കൻഡിൽ ഒരു മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്ന ഫ്രെയിമുകളുടെ എണ്ണം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിഫ്രഷ് റേറ്റ് എന്ന് വിളിക്കുക. ഇനി ഈ റിഫ്രഷ് റേറ്റ് മെഷർ ചെയ്യുന്നത് ഹെഡ്സിലാണ്. മറന്നുപോലല്ലോ, റിഫ്രഷ് റേറ്റ് മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? ഹെഡ്സിലാണ്. ഇനി അടുത്ത ടൈം ശ്രദ്ധിക്കുക, റെസ്പോൺസ് ടൈം ആണ്. ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ മോണിറ്റർ എടുക്കുന്ന സമയമാണ് റെസ്പോൺസ് ടൈം. മറന്നുപോരതെ, ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ മോണിറ്റർ എടുക്കുന്ന സമയമാണ് റെസ്പോൺസ് ടൈം. അപ്പൊ എപ്പോഴും ഈ റിഫ്രഷ് റേറ്റ് കൂടുതലായിരിക്കണം, അതേപോലെ തന്നെ റെസ്പോൺസ് ടൈം കുറവായിരിക്കണം. ഒരു നല്ല മോണിറ്ററിന്റെ സവിശേഷതകളാണ് പറഞ്ഞത്. റിഫ്രഷ് റേറ്റ് എപ്പോഴും കുറവായിരിക്കണം, അതുപോലെ തന്നെ റിഫ്രഷ് റേറ്റ് എപ്പോഴും മാക്സിമം ആയിരിക്കണം, അതുപോലെ തന്നെ റെസ്പോൺസ് ടൈം എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അതാണ് പറയുക. കൂടുതൽ ഫ്രെയിമുകൾ കാണാൻ കഴിയണം, അതേപോലെ തന്നെ ഫ്രെയിമിൽ നിന്നുള്ള ഈ ട്രാൻസിഷൻ ടൈം അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം മിനിമം ആയിരിക്കണം എന്ന് നമ്മൾ പറയും. അപ്പൊ മോണിറ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുക. ആദ്യം നമ്മൾ വീഡിയോ ആ പേര് പഠിച്ചു, പിന്നെ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പഠിച്ചു. കുറെ മോണിറ്ററിന്റെ ടൈപ്പുകൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു. അതുകൂടാതെ ഇപ്പോഴത്തെ സ്ലൈഡിൽ നമ്മൾ പഠിച്ചത് മോണിറ്ററിന്റെ സൈസ്, അതിന്റെ ഡയഗണൽ ഡിസ്റ്റൻസ് ആണ്, പിക്സൽ എന്താണ്, റെസല്യൂഷൻ എന്താണ്, റെസല്യൂഷൻ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്, അതുപോലെ തന്നെ റിഫ്രഷ് റേറ്റ് എന്താണ്, റെസ്പോൺസ് ടൈം എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു നല്ല മോണിറ്ററിന്റെ സവിശേഷത മറന്നു പോകേണ്ട. അതിൽ റിഫ്രഷ് റേറ്റ് കൂടുതലായിരിക്കണം, ഹെഡ്സിലുള്ള വാല്യൂ കൂടുതലായിരിക്കണം, അതേപോലെ തന്നെ റെസ്പോൺസ് ടൈം അത് മില്ലി സെക്കൻഡിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുക, അത് മിനിമം ആയിരിക്കണം എന്ന് നമ്മൾ പറയും. സെറ്റാണേ? അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ പറയുന്ന മോണിറ്ററുമായി ബന്ധപ്പെട്ട്. അടുത്ത നമുക്ക് പ്രിന്റേഴ്സിലേക്ക് കടക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്റർ. പ്രിന്റർ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോഫ്റ്റ് കോപ്പി രൂപത്തിലുള്ള വിവരങ്ങളെ, ശ്രദ്ധിക്കുക, സോഫ്റ്റ് കോപ്പി രൂപത്തിലുള്ള വിവരങ്ങളെ ഹാർഡ് കോപ്പി രൂപത്തിലേക്ക് മാറ്റുന്ന ഉപകരണമാണ് പ്രിന്റർ. അപ്പൊ എന്താണ് ഈ സോഫ്റ്റ് കോപ്പി, എന്താണ് ഈ ഹാർഡ് കോപ്പി, എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക, നമ്മുടെ സ്ക്രീനിൽ അല്ലെങ്കിൽ മോണിറ്ററിൽ കാണുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫയലുകൾ, അങ്ങനെയും നമുക്ക് പറയാം, അതിനെയാണ് നമ്മൾ സോഫ്റ്റ് കോപ്പി എന്ന് വിളിക്കുക. എന്നാൽ പ്രിന്റ് ചെയ്ത വിവരങ്ങളെയാണ് നമ്മൾ ഹാർഡ് കോപ്പി, പേപ്പറിൽ കിട്ടുന്ന വിവരങ്ങളെയാണ് നമ്മൾ ഹാർഡ് കോപ്പി എന്ന് വിളിക്കുക. അപ്പോ സോഫ്റ്റ് കോപ്പി രൂപത്തിലുള്ള ഡിജിറ്റൽ ഫയലുകളെ ഹാർഡ് കോപ്പി രൂപത്തിലേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് മാറ്റുന്ന ഉപകരണമാണ് പ്രിന്റർ.
ഇനി പ്രിന്ററിനെ പൊതുവേ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് ഇമ്പാക്ട് പ്രിന്റർ, രണ്ടാമത്തെ കാറ്റഗറിയാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ. ഓക്കെ, ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്. പഴയകാല പ്രിന്ററുകളാണ് പൊതുവെ ഇമ്പാക്ട് പ്രിന്റർ എന്ന് അറിയപ്പെടാറുള്ളത്. പഴയകാല പ്രിന്ററുകളാണ് ഇമ്പാക്ട് പ്രിന്ററുകൾ. എന്താണ് ഈ ഒരു തരംതിരിവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ടൈപ്പ് റൈറ്റിംഗിൽ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കുക, ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു മെറ്റൽ പീസ് ഒരു റിബണിലേക്ക് വന്ന് ഇടിക്കുമ്പോഴാണ് അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു പ്രസ്സിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഒരു ഇമ്പാക്റ്റിലൂടെ പ്രിന്റിംഗ് നടത്തുകയാണെങ്കിൽ അവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇമ്പാക്ട് പ്രിന്ററുകൾ എന്ന് വിളിക്കുക. എന്നാൽ ഇത്തരത്തിൽ പേപ്പറും പ്രിന്റ് ഹെഡും തമ്മിൽ പ്രത്യേകിച്ച് ഇമ്പാക്ട് ഒന്നും സംഭവിക്കുന്നില്ല, മാനുവൽ കോണ്ടാക്ട് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അത് നോൺ ഇമ്പാക്ട് പ്രിന്ററുകളാണ്. കാര്യം മനസ്സിലായേ? പ്രിന്ററുകളെ നമ്മൾ പൊതുവെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു, ഇമ്പാക്ട് പ്രിന്ററുകൾ അതുപോലെ തന്നെ നോൺ ഇമ്പാക്ട് പ്രിന്ററുകൾ. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഒരു പ്രസ്സിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റിലൂടെ പ്രിന്റിംഗ് നടത്തുന്നവയാണ് ഇമ്പാക്ട് പ്രിന്ററുകൾ. ഇനി അവയെ നമ്മൾ രണ്ട് കാറ്റഗറി ആക്കാറുണ്ട്. ശ്രദ്ധിക്കുക, ഈ ഇമ്പാക്ട് പ്രിന്ററിനെ നമ്മൾ രണ്ട് കാറ്റഗറി ആക്കാറുണ്ട്. ഒന്ന് ക്യാരക്ടർ പ്രിന്റർ. എന്താണ് ക്യാരക്ടർ പ്രിന്റർ? അതേപോലെ തന്നെ രണ്ട് ലൈൻ പ്രിന്റർ. എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കാം. ക്യാരക്ടർ പ്രിന്ററിൽ ഇമ്പാക്റ്റിലൂടെ ഒരു ക്യാരക്ടർ വീതമാണ് പ്രിന്റ് ചെയ്തു പോകുന്നത്. അതായത് നമ്മുടെ ടൈപ്പ് റൈറ്റർ ഒക്കെ കണക്ക് തന്നെയാണ്. ഇമ്പാക്റ്റിലൂടെ ഒരു ക്യാരക്ടർ വീതം പ്രിന്റ് ചെയ്ത് പോകുന്നവയാണ് ക്യാരക്ടർ പ്രിന്ററുകൾ. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഡോട്ട് മാട്രിക്സും അതേപോലെ തന്നെ ഡെയ്സി വീലും. അപ്പൊ ശ്രദ്ധിക്കുക, ഡോട്ട് മാട്രിക്സും ഡെയ്സി വീലും ഇമ്പാക്ട് പ്രിന്റർ തന്നെയാണ്. അതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നവയാണ്? ക്യാരക്ടർ വിഭാഗത്തിൽപ്പെടുന്നവയാണ് അല്ലെങ്കിൽ ക്യാരക്ടർ പ്രിന്റർ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. ഇനി ഇമ്പാക്റ്റിലൂടെ ഒരേ സമയത്ത് ഒരു ലൈൻ വീതമാണ് പ്രിന്റ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ലൈൻ പ്രിന്റർ എന്ന് വിളിക്കുക. ഈ ഡ്രം പ്രിന്ററും അതേപോലെ തന്നെ ചെയിൻ പ്രിന്ററും എന്തിന് എക്സാമ്പിൾ ആണ്? ലൈൻ പ്രിന്റേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ കാര്യം മനസ്സിലായേ? ഇമ്പാക്ട് പ്രിന്ററിനെ നമ്മൾ പൊതുവെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. ക്യാരക്ടർ പ്രിന്റർ ഉണ്ട്, അതേപോലെ തന്നെ ലൈൻ പ്രിന്റർ ഉണ്ട്. ഇമ്പാക്റ്റിലൂടെ ഒരേ സമയത്ത് ഒരു ക്യാരക്ടർ വീതമാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ക്യാരക്ടർ പ്രിന്റർ. അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഡോട്ട് മാട്രിക്സും ഡെയ്സി വീലും ആണ്. ഓക്കെ, ഇനി ഇമ്പാക്റ്റിലൂടെ ഒരേ സമയത്ത് ഒരു ലൈൻ പ്രിന്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതാണ് ലൈൻ പ്രിന്റർ. അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡ്രം പ്രിന്ററും അതേപോലെ തന്നെ ചെയിൻ പ്രിന്ററും ആണ്. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരാം, നോൺ ഇമ്പാക്റ്റിലേക്ക് വരാം. ഇവിടെ പ്രത്യേക തരത്തിൽ പ്രസ്സിങ്ങോ അല്ലെങ്കിൽ ഇമ്പാക്റ്റോ ഒന്നും സംഭവിക്കുന്നില്ല. മറ്റു ചില ടെക്നോളജിയാണ് ഇതിന്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അതിനാദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇങ്ക് ജെറ്റ് പ്രിന്റർ ആണ്. ഇങ്ക് ജെറ്റ് എന്നുള്ള പേരിൽ തന്നെ മനസ്സിലാക്കുക, ചെറിയ മൈന്യൂട്ട് സുഷിരങ്ങളിലൂടെ അല്ലെങ്കിൽ മൈന്യൂട്ട് ഹോൾസിലൂടെ പേപ്പറിലേക്ക് മഷി സ്പ്രേ ചെയ്തിട്ടാണ് ഈ പറയുന്ന ഇങ്ക് ജെറ്റ് പ്രിന്റർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്പ്രേയിങ്ങിലൂടെയാണ് നടക്കുന്നത്, കോണ്ടാക്ട് ഒന്നും വരുന്നില്ല. അപ്പോൾ ചെറിയ സുഷിരങ്ങളിലൂടെ മഷി പേപ്പറിലേക്ക് സ്പ്രേ ചെയ്ത് പ്രവർത്തിക്കുന്നു. അവയാണ് ഇങ്ക് ജെറ്റ് പ്രിന്ററുകൾ. ഓക്കെ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ ഇങ്ക് ജെറ്റ് പ്രിന്ററിൽ ഉപയോഗിക്കുന്ന മഷി അല്ലെങ്കിൽ നിറങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണത്. ഇങ്ങനെ ഓർത്താൽ മതി: സയാൻ, യെല്ലോ, മജന്ത ആൻഡ് ബ്ലാക്ക്. ഇവിടെ കെ എന്ന് എഴുതാൻ കാര്യം ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ക് ജെറ്റ് പ്രിന്ററിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയാൻ, യെല്ലോ, മജന്ത, ബ്ലാക്ക്. CYMK എന്നാണ് അത് പറയാം. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓർത്ത് വെച്ചേക്കുക, ഈ സയാനും യെല്ലോയും മജന്തയും ദ്വിതീയ വർണ്ണങ്ങളാണ് അല്ലെങ്കിൽ സെക്കൻഡറി കളേഴ്സ് ആണ്. അപ്പൊ സെക്കൻഡറി കളേഴ്സും അത് കൂടാതെ ബ്ലാക്കും കൂടെയാണ് എന്തിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുക? ഈ പറയുന്ന ഇങ്ക് ജെറ്റ് പ്രിന്ററിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ പഠിച്ചത് മറക്കണ്ട, ചെറിയ സുഷിരങ്ങളിലൂടെ മഷി പേപ്പറിലേക്ക് സ്പ്രേ ചെയ്താണ് ഇങ്ക് ജെറ്റ് പ്രിന്റർ പ്രവർത്തിക്കുന്നത്. അതിലുപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയാൻ, യെല്ലോ, മജന്ത, ബ്ലാക്ക്, ഇത്രയും നിറങ്ങളാണ്. ഇനി ശ്രദ്ധിക്കുക, അടുത്തത് തെർമൽ പ്രിന്റർ ആണ്. തെർമൽ പ്രിന്റർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ തെർമൽ പ്രിന്ററിന്റെ അകത്ത് മഷിയോ അല്ലെങ്കിൽ പൗഡറോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പകരം അതിലുപയോഗിക്കുന്ന പേപ്പറിനാണ് അവിടെ പ്രസക്തി. ശ്രദ്ധിക്കുക, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പേപ്പർ ആണ് ഇതിന്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ. ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പേപ്പർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രിന്റർ ആണ് തെർമൽ പ്രിന്റർ എന്ന് അറിയപ്പെടുക. അപ്പൊ അതിൽ ഹീറ്റഡ് പിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പേപ്പറിൽ എവിടെയൊക്കെയാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത് അവിടെയെല്ലാം നമുക്ക് ബ്ലാക്ക് കളറിൽ അക്ഷരങ്ങൾ തെളിഞ്ഞു വരും. വളരെ ചെറിയ പ്രിന്ററുകളാണ്, കോമ്പാക്ട് ഇൻ സൈസ് ആണ്, അതുകൊണ്ട് തന്നെ കൊണ്ടു നടന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രിന്ററും കൂടിയാണ്. ആ പോയിന്റ് മറന്നു പോകണ്ട. ഈ തെർമൽ പ്രിന്ററുകൾ പൊതുവെ സൈസ് വളരെ കുറവാണ് അല്ലെങ്കിൽ കോമ്പാക്ട് ആണെന്ന് നമ്മൾ പറയും. അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടു നടന്ന് ഉപയോഗിക്കാനും പറ്റും. അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയും? പോർട്ടബിൾ ആണെന്ന് പറയും. കോമ്പാക്ട് ആണ്, അതേപോലെ തന്നെ പോർട്ടബിളും ആണ്. ഇപ്പൊ നമ്മുടെ KSRTC ടിക്കറ്റ് മെഷീൻ, അതേപോലെ തന്നെ നമ്മുടെ ATM കാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ കാർഡ് റീഡറിലൊക്കെ വരുന്ന ആ ഒരു പ്രിന്റർ, ഇതെല്ലാം തന്നെ തെർമൽ പ്രിന്ററിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഓർക്കുക,
വളരെ കോമ്പാക്ട് ആയിട്ടുള്ള പ്രിന്റർ, പോർട്ടബിൾ ആയിട്ടുള്ള പ്രിന്റർ. അവിടെ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ KSRTC ടിക്കറ്റ് ഒക്കെ കിട്ടുമ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയി അയൺ ബോക്സ് വെച്ചൊന്ന് ചൂടാക്കി നോക്കുക. ചൂടാക്കി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മൊത്തം കറുത്തിരിക്കുന്ന കാണാൻ പറ്റും. അതായത് ആ പേപ്പറിനാണ് അവിടെ പ്രത്യേകത. ആ പേപ്പറിൽ എവിടെയൊക്കെ ഹീറ്റ് അപ്ലൈ ആകുന്ന അവിടെ എല്ലാ അക്ഷരങ്ങൾ തെളിഞ്ഞു വരും. പിന്നെ അത് ടെമ്പററി ആണ്, അതായത് ഹീറ്റ് നഷ്ടപ്പെടുന്നതിനനുസരിച്ച് കുറച്ച് കൂടുതൽ കാലം കഴിയുമ്പോൾ അതെല്ലാം മാഞ്ഞു പോകും. പിന്നെ വീണ്ടും ഹീറ്റ് അപ്ലൈ ചെയ്താലാണ് അതിൽ അക്ഷരങ്ങൾ തെളിഞ്ഞു വരിക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ അവിടെ ഓർത്ത് വെച്ചേക്കുക. ക്വാളിറ്റി കുറവാണ് തെർമൽ പ്രിന്ററിന്, എന്നാലും ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇപ്പൊ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള യൂസിനൊക്കെ തെർമൽ പ്രിന്റർ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ലേസർ പ്രിന്റർ ആണ്. ലേസർ പ്രിന്റർ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഈ ലേസർ പ്രിന്ററിനകത്തൊരു ഡ്രം ഉണ്ട്. ഈ ഡ്രമ്മിലേക്ക് ലേസർ ഉപയോഗിച്ച് എന്താണോ പ്രിന്റ് ചെയ്യുന്നത് അത് ആദ്യം നമ്മൾ ലേസർ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ അകത്തേക്ക് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഒരു ടോണർ എന്നറിയപ്പെടുന്ന ഒരു സവിശേഷ പൗഡർ അത് ചൂടാക്കിയിട്ട് ഈ ഡ്രമ്മിന് മുകളിലേക്ക് പതിപ്പിച്ച് അത് പേപ്പറിലേക്ക് പതിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന ലേസർ പ്രിന്റർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്രയും ടെക്നിക്കൽ ടേംസ് ഒന്നും വേണമെന്നില്ല, സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്തൊരു ഡ്രം ഉണ്ട്, അതിൽ നമുക്ക് ഏത് ഇമേജ് ആണ് പ്രിന്റ് ചെയ്യുന്നത് അത് ലേസർ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഒരു ഇമേജ് ഈ ഡ്രമ്മിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി അതിന് മുകളിലൂടെ ഈ പറയുന്ന ടോണർ എന്നറിയപ്പെടുന്ന പൗഡർ പേസ്റ്റ് ചെയ്ത് അത് പേപ്പറിലേക്ക് പതിപ്പിക്കുന്നു. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പോൾ ലേസർ പ്രിന്ററിൽ ഇങ്ക് അല്ല, പകരം ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുക പ്രിന്ററിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ആ പൗഡറിന്റെ പേരാണ് ടോണർ. ശ്രദ്ധിക്കണേ, ലേസർ പ്രിന്ററിൽ ഉപയോഗിക്കുന്ന പൗഡറിന്റെ പേരാണ് ടോണർ. ഇനി ഈ ടോണർ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്ന ലേസർ പ്രിന്റർ ആണ് ഇന്ന് നമുക്ക് നിലവിലുള്ളതിൽ ഏറ്റവും വേഗത്തിൽ പ്രിന്റ് ചെയ്യുന്ന പ്രിന്റർ. അപ്പോൾ ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഏതാണത്? ലേസർ പ്രിന്റർ ആണ്. മറന്നുപോകില്ലല്ലോ, ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ഏതാടാ? ലേസർ പ്രിന്റർ ആണ്. ഓക്കെ ആണ്, സെറ്റാണേ. ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ലേസർ ആണ്. ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പ്രിന്ററിനെ പൊതുവെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു, ഇമ്പാക്ട്, നോൺ ഇമ്പാക്ട്. അതിന്റെ വ്യത്യാസം നമ്മൾ പറഞ്ഞു. ഇനി ഇമ്പാക്ടിന് തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്, ലൈൻ പ്രിന്റർ ഉണ്ട്, ക്യാരക്ടർ പ്രിന്റർ ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ഇതിനെ കാറ്റഗറൈസ് ചെയ്യാനൊക്കെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റൻസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഓർത്തിരിക്കുക, ഇതിനെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചപ്പോൾ ഇതിനെ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്, അല്ലെങ്കിൽ ഇമ്പാക്ട് പ്രിന്റർ വിഭാഗത്തിൽ പെടുന്നത് ഏതാണ്, ഇങ്ങനെയൊക്കെ PSC ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ഇമ്പാക്റ്റിൽ വരുന്ന 4 എണ്ണം ഏതൊക്കെയാണ്? ഡോട്ട് മാട്രിക്സ്, ഡെയ്സി വീല്, ഡ്രം, ചെയിൻ. അതേപോലെ തന്നെ നോൺ ഇമ്പാക്റ്റിൽ വരുന്ന 3 എണ്ണം: ഇങ്ക്ജെറ്റ്, തെർമൽ, ലേസർ. ഇങ്ക്ജെറ്റിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ സയാൻ, യെല്ലോ, മജന്ത, ബ്ലാക്ക്. തെർമലിൽ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലേസറിൽ നമ്മൾ യൂസ് ചെയ്യുക ടോണർ എന്നറിയപ്പെടുന്ന ഒരു സവിശേഷ പൗഡറാണ്. ഇനി പ്രിന്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് യൂണിറ്റുകളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓർക്കുക, പ്രിന്ററിന്റെ റെസൊല്യൂഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് DPI-ലാണ്, ഡോട്ട്സ് പെർ ഇഞ്ചിലാണ്. മറന്നുപോകണ്ട, ഡോട്ട്സ് പെർ ഇഞ്ചിലാണ്, ഡോട്ട്സ് പെർ ഇഞ്ച്. പ്രിന്ററിന്റെ റെസൊല്യൂഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് ഡോട്ട്സ് പെർ ഇഞ്ചിലാണ്, DPI-ലാണ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു മോണിറ്ററിന്റെ റെസൊല്യൂഷൻ നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരുന്നത് PPI-ലാണ്, അല്ലെങ്കിൽ പിക്സൽ പെർ ഇഞ്ചിലാണ്. ഇവിടെ ഡോട്ട്സ് പെർ ഇഞ്ചിലാണ്, അല്ലെങ്കിൽ DPI-ലാണ്. ഇനി പ്രിന്ററിന്റെ സ്പീഡ് നമ്മൾ പല തരങ്ങളിലും, അല്ലെങ്കിൽ പല പ്രിന്റേഴ്സ് യൂസ് ചെയ്തപ്പോൾ പല യൂണിറ്റുകളായിരുന്നു. ആദ്യകാലത്ത് ക്യാരക്ടർ പ്രിന്ററുകളായിരുന്നു. അപ്പൊ യൂസ് ചെയ്തിരുന്ന യൂണിറ്റ് ആണ് ഈ CPS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടർ പെർ സെക്കൻഡ്. പിന്നീട് ലൈൻ പ്രിന്റേഴ്സ് വന്നു. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ പെർ സെക്കൻഡ് ആയിരുന്നു, LPS ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇങ്ക്ജെറ്റ് ആണെങ്കിലും തെർമൽ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ലേസർ ആണെങ്കിലും നമ്മൾ മെഷർ ചെയ്യുന്നത് PPM-ലാണ്. PPM എന്ന് പറയുമ്പോൾ ഓർക്കുക, പേജസ് പെർ മിനിറ്റ്, പേജസ് പെർ മിനിറ്റ്, പേജസ് പെർ മിനിറ്റ്. ഓക്കെ, പേജസ് പെർ മിനിറ്റ്. അപ്പോൾ പ്രിന്ററിന്റെ യൂണിറ്റുകൾ മറന്നു പോകണ്ട. ആദ്യകാലത്ത് ക്യാരക്ടർ പ്രിന്റർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യൂണിറ്റ് ക്യാരക്ടർ പെർ സെക്കൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ CPS ആയിരുന്നു. പിന്നീട് ലൈൻ പ്രിന്റേഴ്സ് യൂസ് ചെയ്ത സമയത്ത് അത് ലൈൻസ് പെർ സെക്കൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ LPS ആയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഇങ്ക്ജെറ്റ് ആണെങ്കിലും ലേസർ ആണെങ്കിലും അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് PPM ആണ്, അല്ലെങ്കിൽ പേജസ് പെർ മിനിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത് ഏതാണ്? ലേസർ പ്രിന്റർ ആണ്. അപ്പൊ അതിന്റെ ഒരു വേഗത എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 20 PPM ആണ്, അല്ലെങ്കിൽ 20 പേജസ് പെർ മിനിറ്റ് ആണ്. ഇനി കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ പറയും ഈ PPM എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ ആണെന്ന് പറയും, അത് അവിടെയാണ്. ഇവിടെ പ്രിന്ററിന്റെ കേസിൽ PPM എന്ന് പറഞ്ഞാൽ പേജസ് പെർ മിനിറ്റ് ആണ്. അപ്പൊ ലേസറിന്റെ വേഗതയാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ലേസർ പ്രിന്ററിന്റെ വേഗത 20 PPM ആണ്, അല്ലെങ്കിൽ 20 പേജസ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിലൊന്നും കൂടാതെ മറ്റൊരു കാറ്റഗറി ഉണ്ട്, 3D പ്രിന്റർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അത് പുതിയൊരു ഇൻവെൻഷൻ ആണ്. അതായത് നമുക്കൊരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പൊ താജ്മഹലിന്റെ ഒരു 3D മിനിയേച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുത്തബ് മീനാറിന്റെ ഒരു മിനിയേച്ചർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 3D മോഡൽസ് പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന പ്രിന്ററുകൾ ഇന്ന് വിപണിയിലുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ 3D മോഡൽസ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിന്ററാണ് 3D പ്രിന്റർ. അങ്ങനെ ഓർത്ത് വെക്കുക, 3 ഡയമെൻഷണൽ മോഡൽസ് അല്ലെങ്കിൽ 3D മോഡൽസ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിന്ററിനെയാണ് നമ്മൾ 3D പ്രിന്റേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, സെറ്റ് ആണ്. അപ്പൊ പ്രിന്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ട് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏതൊക്കെയാണ്? മോണിറ്ററും പ്രിന്ററും. ഇനി ബാക്കിയുള്ളത് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത പ്രൊജക്ടറാണ്. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും പ്രൊജക്ടർ കണ്ടിട്ടുണ്ടാവും. സിനിമാ തിയേറ്ററിൽ ഏറ്റവും പുറകിലായിട്ടിരിക്കുന്ന ആ ഒരു ഡിവൈസ് അല്ലേ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ,
ഒരു മോണിറ്ററിലെ ഒരു ഇമേജ്, ഇപ്പൊ നമ്മുടെ മോണിറ്ററിൽ കാണുന്ന ഒരു ഇമേജ് അത് വലിയൊരു സ്ക്രീനിലേക്ക് പ്രദർശിപ്പിക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ മോണിറ്ററിലെ ഒരു ഇമേജ് വലിയൊരു സ്ക്രീനിലേക്ക് പ്രദർശിപ്പിക്കുന്ന ഉപകരണമാണ് പ്രൊജക്ടർ. മറന്നു പോകണ്ട, മോണിറ്ററിലെ ഇമേജ് വലിയൊരു സ്ക്രീനിലേക്ക് പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് പ്രൊജക്ടർ. സെറ്റാണ്, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത പ്ലോട്ടറാണ്. പ്ലോട്ടർ ശ്രദ്ധിക്കുക, ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ലാർജ് ഏരിയയിലേക്ക് പ്രിന്റ് ചെയ്യുന്ന ഉപകരണമാണ്. ശ്രദ്ധിക്കണേ, എന്തുവാണത്? ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ലാർജ് ഏരിയയിലേക്ക് പ്രിന്റ് ചെയ്യുന്നു, വലിയ ഏരിയയിലേക്ക് പ്രിന്റ് ചെയ്യുന്നു. ലാർജ് ഏരിയയിലേക്ക് പ്രിന്റ് ചെയ്യുന്ന ഉപകരണമാണ് ഈ പറയുന്ന പ്ലോട്ടർ എന്നറിയപ്പെടുക. നമ്മുടെ ഫ്ലെക്സ് പ്രിന്റിംഗ് മെഷീന്റെ കാര്യം ആലോചിച്ചാൽ മതി. ഫ്ലെക്സ് പ്രിന്റിംഗ് മെഷീൻ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്ലോട്ടറിന് എക്സാമ്പിൾ ആണ്. ഇനി പ്ലോട്ടറിനെ പൊതുവെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ഡ്രം പ്ലോട്ടറും ഉണ്ട്, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡ്രം പ്ലോട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പേപ്പർ ഒരു റോളാക്കി വെച്ചിരിക്കുന്നു, എന്നിട്ട് ആ പേപ്പർ താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇവിടുന്ന് പ്രിന്റിംഗ് നടത്തും. ഇതാണ് ഡ്രം പ്ലോട്ടറിൽ സംഭവിക്കുക. എന്നാൽ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറിൽ ശ്രദ്ധിക്കുക, പേപ്പർ ഒരു ടേബിളിന് മുകളിൽ നമ്മൾ അനങ്ങാതെ വെച്ചിരിക്കുകയാണ്. അതിന് മുകളിലൂടെ ഒരു റീഡ് ആൻഡ് റൈറ്റ് ആം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടാണ് അവിടെ പ്രിന്റിംഗ് നടക്കുന്നത്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട കാര്യമില്ല, നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. 2 തരത്തിലുള്ള പ്ലോട്ടർ ഉണ്ട്. ഏതൊക്കെയാണ്? ഡ്രം പ്ലോട്ടറും ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും ഉണ്ട്. ഡ്രം പ്ലോട്ടറിൽ പേപ്പർ ഒരു റോളാക്കി വെച്ചിരിക്കുന്നു, ആ പേപ്പർ താഴേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് പ്രിന്റിംഗ് നടത്തുന്നു. എന്നാൽ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറിൽ പേപ്പർ അനങ്ങാതെ ഒരു ടേബിളിന് മുകളിൽ വെക്കുകയാണ്, അതിന് മുകളിലൂടെ ഒരു റീഡ് ആൻഡ് റൈറ്റ് ആം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടാണ് പ്രിന്റിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഇനി ഒരെണ്ണം, ഒരു കുഞ്ഞു ഡിവൈസും കൂടെ ഉണ്ട്, സ്പീക്കർ. സ്പീക്കർ എന്ന് പറയുമ്പോൾ ഓർക്കുക, ഓഡിയോ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ശബ്ദം വെളിയിലേക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ സ്പീക്കർ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഓർക്കുക, ഓഡിയോ ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സ്പീക്കർ. അവിടെ ഒരു പ്രത്യേക കാര്യം ഓർക്കുക, ഈ കമ്പ്യൂട്ടറിൽ ശബ്ദ സിഗ്നലുകൾ ഡിജിറ്റൽ സിഗ്നൽ ആയിട്ടാണുള്ളത്, പക്ഷെ നമുക്ക് കേൾക്കാൻ ഉപയോഗിക്കുന്ന അനലോഗ് സിഗ്നലുകളാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ സിഗ്നലിനെ, ഡിജിറ്റൽ രൂപത്തിലുള്ള ശബ്ദ സിഗ്നലുകളെ അനലോഗ് രൂപത്തിലേക്ക് മാറ്റി നൽകുന്ന ഉപകരണം കൂടിയാണ് സ്പീക്കർ. അപ്പോൾ ഡിജിറ്റൽ രൂപത്തിലുള്ള ശബ്ദ സിഗ്നലുകളെ അനലോഗ് രൂപത്തിലേക്ക് മാറ്റി അത് വെളിയിലേക്ക് നൽകുന്ന ഉപകരണമാണ് സ്പീക്കർ എന്നുള്ള കാര്യം ഓർക്കുക. ജനറലി ഇങ്ങനെ ഓർത്താൽ മതി, ഓഡിയോ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ പലർക്കും മിസ്ലീഡ് ചെയ്യുന്ന, പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമുണ്ട്. സ്പീക്കർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, എന്നാൽ ഹെഡ്സെറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഹെഡ്സെറ്റ് ഔട്ട്പുട്ട് ഡിവൈസ് അല്ല. ഹെഡ്സെറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. കാര്യം ഹെഡ്സെറ്റിൽ മൈക്രോഫോണും ഉണ്ട്, സ്പീക്കറും ഉണ്ട്. മൈക്രോഫോൺ ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ്, അകത്തേക്ക് വിവരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹെഡ്സെറ്റിന്റെ അകത്ത് മൈക്രോഫോണും സ്പീക്കറും ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും പറ്റുന്നതുകൊണ്ട് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മറന്നുപോകില്ലല്ലോ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസുകളെയാണ് ആദ്യം പരിചയപ്പെട്ടത്. ഇനി ഇതിനോട് കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കൂടി പരിചയപ്പെടാം. അതായത് ഒരേ സമയം ഇൻപുട്ട് പ്രവർത്തനങ്ങളും ഔട്ട്പുട്ട് പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കുന്ന ഉപകരണങ്ങളാണ് ഈ പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് അറിയപ്പെടാം. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ടച്ച് സ്ക്രീൻ. ഇത് PQ ആണ്. ടച്ച് സ്ക്രീൻ ഏത് തരത്തിലുള്ള ഉപകരണമാണെന്ന് ചോദിച്ചു. ഓപ്ഷനിൽ ഇൻപുട്ട് ഡിവൈസ് ഉണ്ടായിരുന്നു, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടായിരുന്നു, ബോത്ത് A and B ഉണ്ടായിരുന്നു, നൺ ഓഫ് ദീസ് ഉണ്ടായിരുന്നു. പല ആൾക്കാരും ഇൻപുട്ട് എന്ന് എഴുതിയിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. ടച്ച് സ്ക്രീനിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് അകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതേപോലെ തന്നെ അതിലെ വീഡിയോസ് നമുക്ക് കാണാനും പറ്റും. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒരേപോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെഡ്സെറ്റ്, അതും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മോഡം, മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ, അതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ മോഡോ എന്ന് പറയാം. മോഡോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. കാരണം ഇവിടെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള വിവരങ്ങൾ വെളിയിലേക്ക്, കേബിളിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ കേബിളിൽ നിന്നുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടറിനകത്തേക്കും വരുന്നുണ്ട്. ഇത് രണ്ടും ഒരുപോലെ നടക്കുന്നുണ്ട്. മോഡോ എന്ത് തന്നെയാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസ് ആണ് NIC എന്ന് പറയും, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയും. ഈ ഡിവൈസുകളെ കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ പരിചയപ്പെടും കേട്ടോ. ഇപ്പോൾ ഓർക്കുക, NIC അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഓക്കെ, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, ഇതും എന്ത് തന്നെയാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്തത് ഹാർഡ്വെയർ ഉപകരണങ്ങളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസസ്, അവിടെ മോണിറ്റർ, പ്രിന്റർ, അതിന്റെ കാറ്റഗറി എല്ലാം കംപ്ലീറ്റ്
ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ളത് പ്രൊജക്ടർ, പ്ലോട്ടർ, സ്പീക്കർ, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഒരുമിച്ച് പറ്റുന്ന ഡിവൈസുകളെ നമ്മൾ പൊതുവെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്നാണ് പറയുക. അതിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൊച്ചു വീഡിയോ ആണ് ഇത്, നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, ഇതിന്റെ അടുത്ത ഭാഗങ്ങളുണ്ട്, അതായത് ഇൻപുട്ട് ഡിവൈസുകളുണ്ട്, അതേപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസുകളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ CPU, മദർ ബോർഡ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇതുമായിട്ട് നമ്മൾ ഉടനെ തന്നെ കണ്ടുമുട്ടുന്നതാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് വിടാം. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.